ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അരോമ ഗ്ലോബ്. ഇന്ന് നമ്മളെല്ലാവരും കേട്ടു അറിഞ്ഞു വരുന്ന റെസ്റ്റോറൻറ്റിലാണ് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്, സക്കൂറ കൊമിച്ചി. ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്. ഇതിപ്പോൾ കാക്കനാടാണുള്ളത്. ഇതിലാകെയുള്ള ഒരു പ്രശ്നം, നമ്മൾ ഇന്ന് ഉള്ളിൽ കയറി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ ഫുഡ് വരാൻ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആദ്യത്തെ സാധനം എത്തിയിരിക്കുകയാണ് മിസോ രാമൻ. ഇനി ഇത് കഴിക്കുന്ന അങ്കപ്പാട് നമുക്ക് ഉടനെ കാണാം. ഇതെന്താ നോട്ടെ അമ്മ എടുക്കണം നോക്കി എടുക്കണം നോക്കി കിട്ടുന്നില്ല. ഇതിലേറ്റവും വലിയ കോമഡി, യൂട്യൂബ് നോക്കി പഠിച്ചത് ലക്ഷ്മി ചേച്ചിയും അത് എന്നിട്ട് കിട്ടിയതും എടുക്കാൻ പറ്റിയതും കഴിച്ചതും ഞാൻ. എന്തായാലും ഒരു മീനിൻ്റെ എന്തോ ഒരു ഫിഷ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു രാമൻ. വേറെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ചിക്കൻ്റെ ഐറ്റം ഇഷ്ടപ്പെട്ടു. കൂടുതലും കഴിച്ചത് ഞാനായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കാണുന്ന ചിക്കൻ ഫ്രൈഡ് കരാഗെ എന്ന് അവർ പറയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഇനിയാണ് മെയിൻ ഐറ്റം വരാൻ പോകുന്നത്, നമ്മുടെ സുഷി. ഇത് ട്യൂണയാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ. സാധാരണ ഞാനൊരു സീ ഫുഡ് ലവറാണ്. പക്ഷെ ഇതിനകത്ത് ഫിഷ് എന്തോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് ദഹിക്കുന്നില്ല ഒരു രീതിയിലും. ഒരു വികാരം ഇല്ലാത്തൊരു സാധനം. ഇത് ഞാൻ അതേപോലെ ഞങ്ങളുടെ ജാപ്പനീസ് ട്രൈ ചെയ്ത കണ്ണൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ആളെല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. ഇരുന്ന 6 പീസും ആൾ ആസ്വദിച്ച് കഴിച്ച് തീർത്തതാണ്. പിന്നെ വരുന്നതാണ് സെയിം ബീഫിന് തന്നെ സുഷി. അതിൻ്റെ മേൽഭാഗം എനിക്കിഷ്ടപ്പെട്ടു. അടിയൊരു വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലും ട്യൂണ സുഷിയെക്കാട്ടി എന്തായാലും നല്ലതായിരുന്നു. അതും കണ്ണൻ ചേട്ടൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ചേച്ചിയും അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കഴിച്ചു. ഇനി എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആൾക്ക് അല്ലേലെ ഫിഷൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതൊന്ന് അവിടെ വന്നിട്ട് ഒരു സാധനം ട്രൈ ചെയ്തില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് ആളുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണണം. ഇല്ല, ഈ ടിഷ്യൂ എടുത്തിട്ട് വെള്ളമുണ്ട്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തത്. നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്യണം. കുറേ ടൈം എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഉച്ച ടൈമിൽ വരാനും കുറച്ചുകൂടെ സുഖമായിരിക്കും, തിരക്ക് കുറവായിരിക്കും. ഇതിൻ്റെ മെനൂസൊക്കെ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ഏത് വേണം എന്ന് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വന്ന് നോക്കാം. കുഴപ്പമില്ല. അവിടെ വന്ന് ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ഫുഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.